പൊന്നാനി ഹാർബറിലെ പുലിമുട്ട് അറ്റകുറ്റപ്പണികൾക്ക് തുടക്കമാകുന്നു. പദ്ധതിയുടെ ടെൻഡർ നടപടിയിലേക്ക് നീങ്ങുന്നു. 17 കോടി രൂപ ചെലവിലാണ് അറ്റകുറ്റപ്പണികൾ നടക്കുക. 13 വർഷം മുൻപ് നിർമ്മാണം പൂർത്തീകരിച്ച പൊന്നാനി ഫിഷിംഗ് ഹാർബറിലെ പുലിമുട്ടിന്റെ അറ്റകുറ്റപ്പണികൾക്കാണ് തുടക്കമാവുന്നത്. നബാർഡിൽ നിന്നും അനുവദിച്ച 17 കോടി രൂപ ചെലവിൽ നിലവിലെ പുലിമുട്ടിന്റെ കേടുപാടുകളാണ് തീർക്കുക. പദ്ധതി ടെൻഡർ നടപടികളിലേക്ക് നീങ്ങി. 2 മാസങ്ങൾക്കകം ടെൻഡർ പൂർത്തീകരിക്കാനാണ് തീരുമാനം. കൂടാതെ പുലിമുട്ടിന്റെ നീളം വർദ്ധിപ്പിക്കണമെന്ന മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യത്തെ തുടർന്ന് മോഡൽ സ്റ്റഡി നടത്താനും ധാരണയായിട്ടുണ്ട്. 2011-ലാണ് പൊന്നാനി ഹാർബറിലെ പുലിമുട്ടുകളുടെ നിർമ്മാണം പൂർത്തിയായത്. ഇതിനുശേഷം യാതൊരുവിധ അറ്റകുറ്റപ്പണികളും പൊന്നാനി ഹാർബറിലെ പുലിമുട്ടിൽ നടന്നിട്ടില്ല. പൊന്നാനിയിൽ നിലവിൽ 200ഓളം ബോട്ടുകളും 500ഓളം ചെറുവള്ളങ്ങളുമാണുള്ളത്. ഇവയെല്ലാം നങ്കൂരമിടുന്നതിന് പൊന്നാനിയിൽ നിലവിൽ സ്ഥല സൗകര്യങ്ങൾ കുറവായത് കാരണം മത്സ്യമിറക്കിയ ശേഷം ബോട്ടുകൾ ഹാർബറിൽ നിന്നും മാറ്റുന്നില്ല. കൂടാതെ മൺസൂൺ സമയത്ത് വലിയ തിരമാലകൾ അടിക്കുന്നത് കാരണം ഹാർബറിൽ ബോട്ട് നിർത്തുന്നതിന് സാധിക്കുന്നില്ല. പുലിമുട്ടുകളുടെ നീളം വർദ്ധിപ്പിച്ചാൽ മാത്രമേ ഇതിന് പരിഹാരം ആവുകയുള്ളൂ എന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. കൂടാതെ പോർട്ടിന്റെ കീഴിലുള്ള പഴയ പാതാറിൽ ട്രഡ്ജിംഗ് നടത്തി ആഴം കൂട്ടുകയും കല്ലും കോൺക്രീറ്റ് ബ്ലോക്കും ഉപയോഗിച്ച് ഇരുഭാഗവും സംരക്ഷിച്ച് ബോട്ടുകൾ കെട്ടുന്നതിന് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കണമെന്നും ആവശ്യമുണ്ട്. എന്നാൽ മാത്രമേ പൊന്നാനിയിൽ മുഴുവൻ ബോട്ടുകളും വർഷക്കാലത്ത് കടലിൽ നിന്നും തിരയടിക്കാതെ സംരക്ഷിച്ച് സൗകര്യപ്രദമായി നിർത്താൻ സാധിക്കൂ. എന്നാൽ ഈ സ്ഥലം പോർട്ട് വകുപ്പിന് കീഴിലായതിനാൽ പോർട്ടിന്റെ അനുമതി ലഭ്യമായാൽ മാത്രമേ ഡ്രഡ്ജിംഗ് നടത്താനാവൂ. പൊന്നാനി പുലിമുട്ട് നീളം വർദ്ധിപ്പിക്കണമെന്നും പഴയ പാതാർ പരിസരം ആഴം വർദ്ധിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് ബോട്ടുടമകൾ ജില്ലാ കളക്ടർക്ക് നിവേദനം നൽകി. പി നന്ദകുമാർ MLA, AK ജബ്ബാർ, സക്കീർ എന്നിവരുടെ സാന്നിധ്യത്തിൽ ബോട്ട് ഓണേഴ്സ് വെൽഫെയർ അസോസിയേഷൻ പ്രസിഡന്റ് സജാദ് എന്നിവർ ചേർന്നാണ് നിവേദനം നൽകിയത്. NCV ന്യൂസ്, പൊന്നാനി. വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.